ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ യാസ്വൽ. അപ്പം ഞാൻ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഒരു ക്രാഫ്റ്റ് ഉണ്ടായി. ഞാൻ ചുമ്മാ ഉണ്ടാക്കിയതാട്ടോ. സക്സസ് ആവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്താ ഇങ്ങനെ തട്ട് പോലെ ഉണ്ടാക്കിയപ്പോഴാണ് ഇതിനെ തന്നെ ക്രാഫ്റ്റ്സ് ഇട്ട് വെച്ചാലോ എന്ന്. എൻ്റെ കയ്യിൽ കുറേ മുത്തുണ്ട്, പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് കീഡ്രോ കുഞ്ഞ അലമാരി പോലത്തെ ഷെൽഫ് പോലത്തെ ആട്ടോ. അപ്പം അതിൻ്റെ അകത്തോട്ട് എൻ്റെ കുഞ്ഞിക്കത്രിക. അപ്പോൾ ഇതേണ്ട ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള. എനിക്ക് പനിയൊക്കെയാണ്. നാളായിട്ട് എനിക്ക് എക്സാം. ഇന്ന് എനിക്ക് എക്സാം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഇത്രയും സംഭവം കുറേ ഉണ്ട്. ഞാൻ കാണിച്ചു ഇത്രയും സാധനം നമുക്ക് ഇതിൻ്റെ അകത്താക്കിയേക്കണം. കുറേ ഗുളിക സാധനങ്ങളൊക്കെ ഞാൻ കളയില്ല കേട്ടോ. ഒന്നും കളയില്ല. കണ്ട കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് തുണിയൊക്കെ ഞാനിത് എന്നെടുത്താന്ന്. ഞാൻ ഇപ്പോൾ ഒന്ന് എൻ്റെ ക്രാഫ്റ്റിൻ്റെ ബോക്സ് കുറഞ്ഞിട്ട് എല്ലാം കൂടെ കയറുമെന്ന് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പം അതിൻ്റെ ഒരു ഇത് വേണ്ടി മിനിയാന്ന് പിടിച്ച ഭാഷയാണ് തീർന്ന്. അപ്പം അതൊക്കെ നമുക്ക് സെറ്റൊക്കെ ഇത് കാണാൻ തന്നെ ഉള്ളു. ഞാൻ വീഡിയോയിലോട്ട് പോകട്ടോ. അതെൻ്റെ കുറച്ച് മുത്തുണ്ട് കേട്ടോ. കുറച്ച് അധികം മുത്തുണ്ട് കണ്ട. ഇത് ഇങ്ങനത്തെ മുത്തുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കേട്ടോ. അത് ഇങ്ങനത്തെ മുത്തുണ്ട് കേട്ടോ. കണ്ട ഇത് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ എടുത്തുകൊണ്ടുവന്ന മുത്തുകളാണ്. അപ്പോൾ ഈ മുത്തെല്ലാം നമുക്ക് ഒരു ബോക്സ് ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് എന്തായാലും ഈ മുത്ത നമുക്കിപ്പോൾ ഇവിടെ മാറ്റി വെക്കണം കേട്ടോ. പിന്നെ എൻ്റെ പഴയ കമ്മലായിട്ട് ഇതെൻ്റെ ചേച്ചി. ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ചേച്ചിക്ക് പഴയ മാറ്റി വെച്ചിരുന്ന കമ്മലിൻ്റെ ഒരെണ്ണമായിട്ട് വെച്ചിരിക്കുന്ന എല്ലാം ഞാൻ എടുത്തുകൊണ്ട് വരും കേട്ടോ. അതായത് കുറേ കിട്ടി. ഒരു മിക്കി മൗസിൻ്റെ, പക്ഷേ ഇതെൻ്റെ കേട്ടോ. ഇതിൻ്റെ ഒരെണ്ണം ഞാൻ ഇവിടെ മേടിച്ചപ്പോൾ തന്നെ കാണാണ്ടായിരുന്നു. അപ്പം ഇതും എൻ്റെയാണ്. ഒരു പൂമ്പാറ്റ. കമ്മലുകൾ ഇത്ര അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്ന് ഓർത്ത്. പിന്നെ അതേ ഒരു പൂവിനൊരു മുത്തുണ്ട് കേട്ടോ. അത് ഞാൻ മാറ്റി വെക്കണം. പിന്നെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയാം. എന്തെങ്കിലുമൊക്കെ എടുക്കാമല്ലോ. പിന്നെ ഇതേണ്ട ഒരു കൊട്ട പോലത്തെ സംഭവം കെട്ടെ എനിക്ക് ഞാൻ പണ്ട് കൊട്ടയാക്കിയതാട്ടോ. ഇതൊക്കെ എൻ്റെ അമ്മയുടെ സ്വർണ്ണം ഇട്ട് വെച്ചിരുന്ന പെട്ടിയുടെ ഇത് മുടി എടുത്തിട്ട് കവർ ചെയ്തിട്ട് ചെറുതാണ് കൊട്ട. ഇത് ഞാൻ 3 പഠിക്കുമ്പോൾ ചെയ്തതാണ്. ഇത് ഏതോ കൂട്ടിൻ്റെ അകത്ത് ഇട്ടു. ഞാൻ ഇതെടുത്തോണ്ട് ഇത്. പിന്നെ ഇത് ഒരു തിളങ്ങണ സംഭവം കേട്ടോ. ഒരു നൂല് പോലെ. ഇത് ഞാൻ എടുത്തു. പിന്നെ അത് എൻ്റെ ക്ലേയുടെ ഒരു ഷെല്ലാട്ടോ, മുയൽ. അപ്പം അത് ഞാൻ എടുത്ത് മാറ്റി വെക്കും കേട്ടോ. പിന്നെ ഇത് ഒരു വള്ളി ഉണ്ട് കേട്ടോ. ഉറക്കത്തിൽ വള്ളിയെ മാറ്റി വെച്ചത്. ഒരു 2-3 നൂല് പോലത്തെ ഇങ്ങനെ കട്ടികളൊക്കെ ഒരു വള്ളി ഉണ്ട് കേട്ടോ. പിന്നെ ഈ ചരട് പോലത്തെ ചരടല്ല, ഇത് ഞാൻ ചേച്ചിയുടെ അടുത്ത് വീട്ടിൽ നിന്ന് എത്തുന്നു. ഇത്രയുണ്ട്. പിന്നെ ഇതേ ഒരു തുണി ഉണ്ട് കേട്ടോ. ഇത് ഞാൻ മിനിഞ്ഞാന്നെടുത്താട്ടോ. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. എല്ലാം ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയ കേട്ടോ. ഇതും എൻ്റെ പഴയൊരു കട്ടിംഗ് ബോർഡാട്ടോ. അത് ഞാൻ വെച്ചുണ്ടാക്കിയാണ്. പിന്നെ ഇതുണ്ടോ കുറേ ഗുളികകളുടെ ഇതുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. പിന്നെ കുറച്ച് ഇത് ഇങ്ങനത്തെ ഗിൽട്ടി തിളങ്ങുന്ന കുറച്ച് ഇതുണ്ട്. തിളങ്ങുന്ന സംഭവങ്ങൾ. പിന്നെ എന്തോ ഒരു സംഭവം കൂടെ ഉണ്ടല്ലോ. അതെന്താ ഞാൻ മറന്നു. അയ്യോ കിട്ടി. ഇതെൻ്റെ ഒരു സാധാരണ കോലാണ്. ഇത് ഞാൻ ഉള്ള. പിന്നെ ഇത് ആ ക്ലേയുടെ കൂടി ഷെല്ലാട്ടോ. ഇതുണ്ടോ ലവ് ഷേപ്പൊക്കെ വന്നാലും ഷെല്ല. ഇത് ഞാൻ കളയിക്കാം. എന്തെങ്കിലുമൊക്കെ ആവശ്യം നമുക്ക് എടുക്കാമല്ലോ. പിന്നെ ഞാൻ എന്താ ക്രാഫ്റ്റിന് ഉപയോഗിക്കുന്നത് സ്റ്റിക്കർ നോട്ട്സ്. അതുണ്ട്. വേറൊന്നും ഉണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് അറേഞ്ച് ചെയ്യണം കേട്ടോ. ഈ ഗുളികകളൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യുന്നൊക്കെ പിന്നെ കട്ട് ചെയ്യാൻ ഓർത്തിട്ട്. അപ്പോൾ നമുക്ക് മുത്തിടാൻ ചെറിയ ബോക്സ് വേണം.
ഞാൻ ആ ബോക്സിനെ തേടി കേട്ടോ. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴട്ടോ ദേ വാസ്വൈൻ്റെ കിട്ടിട്ടോ. ഇതിനകത്ത് ഉണ്ട് നോക്കി തോണ്ടി കളഞ്ഞിട്ട് കളയട്ടോ. കണ്ണു പൈസ ഇത് പഴയതായുണ്ട്. പഴയ ഗൈസ് ഒരു ഐസ്ക്രീം ബോൾ കിട്ടിയിട്ടുണ്ട്. ഐസ്ക്രീം ബോളിൻ്റെ പക്ഷെ ഭയങ്കര ഉറുമ്പ് വേണ്ട. പഴയ പെട്ടിയാണ് ഞാൻ കളയുന്നത് കേട്ടോ. കരി വെക്കാൻ പറ്റുമോ എന്തോ. ഇവിടെ ഭയങ്കര മുറ്റത്താണ്. ഒരു കമ്പ് കിട്ടായിരുന്നെങ്കിൽ. അയ്യാ ഇവിടെ കമ്പ് കിട്ടും നീര് പാടാം. അതാണ്ട കിട്ടി. തോണ്ടി കുടുങ്ങി കഴിക്കുന്നു. നടക്കില്ല. ഇത് തുണി തന്നെ വേണം. ഇതിൻ്റെ വെക്കണമെങ്കിൽ ഡ്രസ്സാണ്. തുണി നൈസ് തുണിയാണ് എൻ്റെ പഴയൊരു സംഭവം കിട്ടും. തീരെ പഴയതാണ്. ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോൾ കളിച്ചിരുന്ന ഒരു ഷോള് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് പോലും വേണ്ട. കഴുകി എടുക്കണം കേട്ടോ. ഞങ്ങൾ കഴുകി നല്ലോണം തുടച്ചെടുത്തതുണ്ട്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ മുത്തും എല്ലാം ഇട്ട് വെക്കാം. ഇട്ട് ഇളങ്ങണ മുത്തുകളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് വെക്കാമല്ലോ. വയസ്സ് ഞാൻ താണ്ടേ തൊട്ടൊന്ന് ഇനി മുത്തൊക്കെ ഇതാകുമ്പോൾ വെക്കാൻ എളുപ്പമല്ലേ. കുറച്ച് തിളങ്ങുന്ന സംഭവമായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു മുത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നൂലുകളൊക്കെ വേറെ ഇതിൽ വെക്കാം. തീത്തിട്ട് വെക്കാം കേട്ടോ. പിന്നെ ഇത് ഇങ്ങനത്തെ കമ്മൽ, ഞാൻ പറഞ്ഞില്ലേ കമ്മലുകൾ, അതൊക്കെ എനിക്കിൻ്റെ അടുത്തിട്ട് വെക്കാം. അത്രയും എടുത്തിട്ട് പിന്നെ ഇതിൻ്റെ അകത്തൊരു മുത്ത് അതും എടുത്തിട്ട് വെക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ഇട്ട് വെക്കട്ടെ. ഇതൊക്കെ തന്നെ മുത്ത്. ഇത് മുത്തല്ലല്ലോ. കുറച്ച് മുത്തുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ചേട്ടായി കണ്ടുപിടിച്ച് സ്മാർട്ട് വാച്ചിൻ്റെ ബോക്സ്. കുറേ ഇട്ടുണ്ട് കേട്ടാ. ഇത് അമ്മ തുന്നുമ്പം മേടിച്ച് കൊടുത്തു. ഇതുകൊണ്ടൊരു കമ്മൽ കിട്ടി. ഇനി ഇതൊക്കെ വേറെ ഇരുത്തേ നല്ല ചിഹ്നത്തിൻ്റെ ഒരു ഇത് കല്ല് അതിൻ്റെ അതിടാം. നമുക്ക് ഈ മുത്തൊക്കെ ചില മാലയൊക്കെ ക്രാഫ്റ്റ് ചെയ്തെടുക്കാവേ. അതിൻ്റെ ഒക്കെ വേണ്ടി ഞാൻ ഇടാം. നല്ല അടിപൊളിയായിട്ട് ക്രാഫ്റ്റ് ചെയ്യാം. ഇനി എനിക്ക് വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാമല്ലോ. ഞാൻ വീഡിയോ ഇടാത്ത ഒരു വീഡിയോ ഇട്ടുള്ളൂ. പിന്നെ ഞാൻ 3 വീഡിയോ ഫുള്ളൊന്നും ഇട്ടില്ല. എനിക്ക് എക്സാം ആയതുകൊണ്ടാട്ടോ വീഡിയോ ഇടാത്ത. എക്സാമിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഒരാഴ്ചയാണോ 2 ആഴ്ച മുമ്പ് യൂട്യൂബ് ചാനൽ ഒരാഴ്ച മുമ്പാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് പഠിക്കണം. ആനുവൽ എക്സാം അല്ലേ. മുത്തുകൾ കുറേ കിട്ടിയത്. വൈറ്റ് ആൻഡ് റെഡ് ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. ഇനി മുത്തൊന്നും കളയില്ല കേട്ടോ. എനിക്ക് പറ്റുന്നതാണ് ഏറ്റവും സൂക്ഷിച്ച് വെക്കും.
ഒരു സാധനം ഒരു സൂചി വയ്ക്കാത്തതുണ്ട്. പിന്നെ കൊളുത്ത് നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഇപ്പം അതിൻ്റെ അകത്തിട്ട് വെക്കാം കേട്ടോ. ഇതിൻ്റെ അടപ്പെന്ത് അടപ്പ് കാണി ആരത് ഇത് മുത്തിട്ടൊരു ബോക്സ് ഇട്ട് അടച്ചേക്കാം. നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ആക്കി എടുത്താലോ? ഇതാകുമ്പോൾ പെട്ടെന്ന് കുഴപ്പമില്ലല്ലോ. കുറച്ച് നേരം ക്ലീൻ ആക്കി എടുക്കാം. ചെറുതായിട്ട് ഞുറുക്കി ക്ലീൻ ആക്കാം. എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ മാല, ഈ റെയിൻബോ, യൂണിക്കോൺ അങ്ങനെയുള്ള നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് പറയണം കേട്ടോ. എനിക്ക് റെയിൻബോസ്, എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ്. റെയിൻബോ അങ്ങനെയുള്ള കളറൊക്കെ ഇഷ്ടം. എൻ്റെ വീഡിയോ കുറേ പേര് കണ്ടു കേട്ടോ. എൻ്റെ ഒരു വീഡിയോയ്ക്ക് 478 വ്യൂസായി. പക്ഷേ എനിക്കൊരു ഡൗട്ട്, ഇവരാരും എനിക്ക് ലൈക്ക് ചെയ്തില്ല. ലൈക്ക് ഞാൻ എപ്പോഴും കമൻറ്റ് നോക്കും, അടിപൊളി എന്നൊക്കെ കാണിക്കാം. അതാണ് എനിക്കൊരിത്. ഞാൻ 478 പേരെങ്കിലും കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഓർത്തു 458 പേരാ. 458 എനിക്ക് അറിയുന്നവരൊക്കെ ലൈക്ക് ചെയ്തിട്ടാണ് 21 ലൈക്കായത്. അത്രയും കിട്ടുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, എല്ലാവരും ചെയ്യുന്നത് പോലെ. ഇപ്പം എൻ്റെ സ്കൂളിൽ കുറച്ച് പേര് ചെയ്യുന്നുണ്ട്, പിന്നെ ചേച്ചി ചെയ്യുന്നുണ്ട്, അർച്ചന ചേച്ചി ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം, എങ്ങനെയായിരിക്കും ഒന്ന് ചെയ്തു നോക്കിയാലോ. അപ്പം അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കും ആഗ്രഹമുണ്ടമ്മ ചെയ്യണമെന്ന്, അമ്മ എനിക്കിതിനെ സഹായിക്കുമെന്ന് ചോദിച്ചാൽ. അപ്പോൾ ആ മോളോട് എനിക്കൊന്ന് പറഞ്ഞു, എനിക്ക് അത്രയും മതി. എനിക്കിത് വലിയൊരു ക്രാഫ്റ്റ് ചെയ്യണമെന്നുണ്ട്. എനിക്ക് ഈ റൂം മൊത്തം ക്രാഫ്റ്റ് ചെയ്ത് വെക്കണമെന്ന് കണ്ടിട്ട്. ഈ റൂമിന് മുഴുവൻ വൈറ്റ് കളർ പെയിൻറ്റ്, പിങ്ക് കളർ, നല്ല ഡാർക്ക് പിങ്ക് കളർ പെയിൻറ്റ് അടിച്ചിട്ട് അതിലൊക്കെ നല്ല വർക്കൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്യണമെന്നൊക്കെ കേട്ടോ. പക്ഷേ എൻ്റെ അമ്മ എനിക്ക് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്നൊരു വീട്, അത് കിട്ടി. നാളെ ഞങ്ങൾക്ക് മലയാളത്തിൻ്റെ എക്സാം ആയിട്ട് അടിസ്ഥാന പാഠാവലി. ടൈം പോവാലോ. ഇത്രയും മാറ്റിയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഉണ്ട്. നമുക്ക് ചേച്ചി നാളെ വരും. അപ്പോൾ ചേച്ചിയെ കൊണ്ട് കിട്ടിച്ച് അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ചെയ്തത്രയും ഈ സ്കൂളടയ്ക്കുമ്പോൾ ഞാൻ ഫുൾ ഫ്രീ അല്ല, അപ്പം ഞാൻ വീഡിയോ ഇടും. എൻ്റെ ഞാൻ തറവാട്ടിലാണെങ്കിൽ ചാമ്പങ്ങയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഇടാട്ടോ. ഇപ്പോഴും ചാമ്പങ്ങയുണ്ട്, പക്ഷെ ഞങ്ങളിപ്പം പറിച്ചു ഇടാകുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നോക്കിയത് എവിടെയെങ്കിലും ഷെൽഫിൽ വെക്കാട്ടെ. ഷെൽഫ് വെച്ച് ഏറ്റവും അവസാനം ഞാൻ കാണിച്ചു തരുള്ളൂ കേട്ടോ. അതെൻ്റെ സർപ്രൈസ്. അതിൻ്റെ കുറച്ച് വള്ളിയൊക്കെ ഉണ്ട്. അയ്യോ, അതെ കുറച്ച് ഇതുണ്ട്. നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കാം. വള്ളികളൊക്കെ ഞാൻ ഇവിടെ വെക്കും. പിന്നെ ഞാൻ ഒരു കുടമുണ്ട് എൻ്റെ കയ്യിൽ. ഒരു കുടം ഉണ്ട്. പിന്നെ ആ കുടം ഞാൻ പിന്നെ ഇങ്ങനെ തിരുന്നുണ്ട്. ഞാൻ എവിടെ വെക്കുക? എൻ്റെ ഒരു പാവക്കുട്ടിയുണ്ട്. ഇത് ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കും കേട്ടോ. അവളെന്നോട് ചോദിക്കും, ചേച്ചി എനിക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്ത്, ഈ അടുത്ത വീട്ടിലെ കുട്ടാട്ടോ, അവൾ ചോദിക്കും, ചേച്ചി എനിക്ക് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്ത് തരുമോ?
ഞാനിപ്പോൾ ഈ ബോക്സ് ഉണ്ടാക്കുന്ന കണ്ടിട്ട് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചേ. അവൾക്ക് ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അവൾക്ക് ഞാനൊരു പൂ കൊടുത്തു വിട്ടെ, ഒരു ടിഷ്യൂ പേപ്പേഴ്സ് വെച്ചൊരു പൂ ഉണ്ടാക്കി കൊടുത്തു വിട്ടെ. എപ്പോഴാ പോയി നല്ല ചെളിക്കകത്ത്. ഞാൻ കഴിഞ്ഞാണ് വീട്ടിൽ പോയപ്പോൾ ചെളിക്കകത്ത് കിടക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു ഇനി നിനക്ക് ഞാനൊരു സാധനം ഉണ്ടാക്കി തരത്തില്ല. അപ്പോൾ ഇന്ന് വൈകിട്ട് വരുമ്പോൾ കളിക്കാൻ വരും. വൈകിട്ട് ട്യൂഷനുണ്ട് വരത്തില്ല. വൈകിട്ടെങ്ങാനും പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറകെ ഒരു വീഡിയോ കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് സെറ്റാക്കാം. നമുക്ക് ഈ ഒരു കൊള്ളിയും കൂടെ ഉണ്ടല്ലോ. ഒരു വലിയ കൊട്ട എടുത്ത് ഈ കൊട്ടേപ്പിന് ഒരു സെലോ ടേപ്പ് എടുത്ത് നോക്കട്ടോ. സിക്സൊക്കെ ആണെന്നും കുഴപ്പമില്ല. കാണിച്ചാൽ വലിയ വൃത്തിയൊന്നുമല്ലേ. കാണിച്ചൊക്കെ ടിക്കറ്റ് വെച്ചത് വേണ്ട കാണിച്ചിട്ടേ. ഇവിടെ വാങ്ങോട്ട് നല്ല ഭംഗി. എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് ഇങ്ങനെ ഡ്രോയിൽ ഇങ്ങനെ കയറ്റി വെക്കാം കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയിൽ വെക്കാം കേട്ടോ. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പിന്നീടാം കേട്ടോ, ഒരു ദിവസം ഇടാം കേട്ടോ. നല്ല ഭംഗി. ഇതാകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഭാര്യ വെച്ചൊന്നും വേണ്ട, വേണ്ടേ, എവിടെയായാലും വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ഇവിടെ വെക്കുന്നില്ല കേട്ടോ. എന്നുവെച്ചാൽ അവിടെ വെച്ച് മൊത്തം കട്ട് ചേട്ടായ തട്ടി മറിച്ചോളും. ഇനി അവിടെ വെക്കില്ല. നമുക്ക് ഇതിന് പകരം അവിടെ വെച്ചേക്കാം. യെസ്, അങ്ങനെ ആഫ്റ്റർ നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കും. അമ്മ വരുമ്പോഴത്തേ എന്നെ കുറയും. അമ്മയ്ക്ക് ഫുൾ ക്ലീനായി കിടക്കുന്ന കേട്ടോ ഇഷ്ടം, എല്ലാ അമ്മമാർക്കും. പിന്നെ എൻ്റെ പേന കളക്ഷൻസ് ഉണ്ടോ. എൻ്റെ സ്റ്റഡി ടേബിൾ ഇടുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് വന്നു സ്റ്റഡി ടേബിൾ ഇട് എന്ന് പറഞ്ഞു. അതോ എൻ്റെ പെൻസെറ്റ് കേട്ടോ. ഇത് കളർഫുൾ പെന്ന്, പൂ എല്ലാവരും മേടിച്ചത്, പക്ഷേ ഒന്നുമില്ല, ഒരു ഗുണമില്ല. ഇതുണ്ട്, ഇത് എൻ്റെ അപ്പുപ്പാവ ധൈര്യം കണ്ടില്ല. യെല്ലോ കളർ പാവയുടെ ഞാൻ കണ്ടിച്ചെടുത്ത സ്മൈലിയാണ്. നമുക്കിവിടെ ഇങ്ങനെ അടിച്ചു നോട്ടോ. ഇങ്ങനെ കൊല്ലും ഗൈസ്. പശയ്ക്ക് തീർന്നു. എനിക്ക് പുതിയ പശ വേണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അല്ല, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അല്ല, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ. എനിക്ക് നല്ല എൻ്റെ മൈ ബ്രദർ ഭയങ്കര വെല്ലുവിളിയാട്ടോ. എൻ്റെ ബ്രദർ ഭയങ്കര വെല്ലുവിളി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.